എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, അതായത് അമ്മ എന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പം എന്നെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തല്ലും ബഹളവും ഒക്കെ. എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പാസ്സാവുന്നില്ല ഒരു എക്സാം, എല്ലാത്തിനും തോക്കുക. ഒരു എക്സാം പേപ്പർ കിട്ടുമ്പോൾ എനിക്കറിയാം ഞാൻ തോക്കും എന്തായാലും. അങ്ങനെ എൻ്റെ കോളേജ് ലൈഫ് വരെ ഞാനിത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് എനിക്കൊരു കോൾ വന്നു. ശരിക്കും പറഞ്ഞാൽ ആ കോളാണ് എൻ്റെ ലൈഫ് മാറ്റിയത്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് എൽദോസ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്ത് തന്നെ. അപ്പോൾ ഞാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്കുണ്ടായൊരു ദൈവാനുഭവം, അല്ലെങ്കിൽ എന്നെ ദൈവം അങ്ങനെ തിരിച്ചു വിളിച്ചു. ഞാനിങ്ങനെ എൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉപമയാണ്. അതായത് കളഞ്ഞുപോയ ഒരു ആടിനെ പുറകെ നടന്ന് ഈശോ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായത്. അപ്പം എൻ്റെ ഒരു ചെറുപ്പകാലം തൊട്ടിട്ടുള്ളൊരു ഓർമ്മയിലാണെങ്കിൽ എൻ്റെ കുടുംബത്തൊക്കെ അത്യാവശ്യം നല്ല പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, അതായത് അമ്മ എന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പം എന്നെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഒച്ചപ്പാടും ബഹളവും. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ വളർത്തിയതും. പിന്നെ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഓർമ്മയുള്ള സമയം മുതൽ ഞാൻ ഈ ചുറ്റും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അതൊക്കെ കേട്ടാണ് ഞാൻ വളരണത്. അപ്പം തല്ലും ബഹളവും ഒക്കെ. എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും പഠിക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. പഠിച്ച് നല്ല മാർക്ക് വാങ്ങി അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് പഠിക്കാനൊക്കെ പോയി തുടങ്ങിയപ്പോഴും എനിക്ക് പഠിക്കാനൊന്നും പ്രോപ്പറായിട്ട് പറ്റാത്തൊരവസ്ഥ വന്നു. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ എപ്പോൾ മാർക്ക് വന്നാലും ഞാൻ തോക്കും, വെടിപ്പായിട്ട് പൊട്ടും, അങ്ങനെ തന്നെ പറയാം. അപ്പം എൻ്റെ ടീച്ചേഴ്സൊക്കെ, ഞാൻ സ്കൂളിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ എന്നെ ഇങ്ങനെ റെക്കമെൻഡഡ് പ്രൊമോഷൻ അറിയായിരിക്കും, അങ്ങനെയായിരിക്കും കയറ്റി വിടുക പലപ്പോഴും. അങ്ങനെ 10ാം ക്ലാസ് വരെ എത്തി. 10ാം ക്ലാസ്സിൽ എങ്ങനെയോ പാസ്സായി. +2 അതേപോലെയൊക്കെ തന്നെ പോയി. എൻ്റെ ഒരു സ്കൂൾ ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂൾ ബസ്സിൽ കയറും, നേരെ സ്കൂളിൽ പോയി ഇറങ്ങും, തിരിച്ച് വീട്ടിലേക്ക് വരും. വേറെ ആരുമായിട്ടൊരു കണക്ഷനൊന്നുമില്ല. അപ്പം സോഷ്യലൈസ്ഡ് അല്ലായിരുന്നു, ഒട്ടും ആരോടും മിണ്ടത്തില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ വീട്ടിൽ അല്ലാത്ത കുറേ പ്രശ്നങ്ങളും, വീട്ടിൽ ഭയങ്കര ഒരു ഞെരുക്കമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അപ്പം അമ്മയൊക്കെ ആണെങ്കിലും വഴക്ക് കൂടുന്നതും, അവർ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിലും അവർക്ക് ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴൊക്കെ വഴക്ക് കൂടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയിട്ടുണ്ട്, എൻ്റെ അനിയൻ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു വരുമായിരുന്നു. അപ്പോഴും എനിക്ക് ഈശോയെ പകർന്നു തരാൻ വേണ്ടി എൻ്റെ വീട്ടുകാർ നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടേതായ രീതിക്ക് അവർക്ക് അറിയാവുന്നതുപോലെ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് അവർ നോക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ പയ്യെ ഈശോയിൽ നിന്ന് അകന്നു പോകുന്നൊരു സിറ്റുവേഷനായിരുന്നു. +2 ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഈശോയെ മറന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായിട്ട് എനിക്ക് ഈശോയെ അറിയാവുള്ളായിരുന്നു, എന്നാലും ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി ഈശോയെ. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ ഇത്ര നാൾ ഞാനൊരു അടച്ചിട്ട് മുറിക്കാതിരിക്കുന്ന പോലെയും പെട്ടെന്ന് ഞാൻ എന്നെ തുറന്നു വിട്ടേക്കുക, എന്നെ അയച്ചു വിട്ടേക്കുക. എൻ്റെ മുമ്പിൽ വലിയൊരു സാധ്യതകൾ, എവിടേക്ക് വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും ചെയ്യാം, ഡയറക്ഷൻ തരാൻ ആരുമില്ല. കാരണം എൻ്റെ ഈശോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ലൈഫിലുണ്ടെന്നുള്ളത് തന്നെ ഞാൻ മറന്നുപോയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചെല്ലുന്നു, എനിക്ക് വലിയൊരു ഫ്രീഡം കിട്ടും അവിടെ. ഞാനത് വിചാരിച്ചു, അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഫ്രീഡം, ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുന്നു. ആ കോളേജ് ലൈഫിൽ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധനങ്ങൾ വരും, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളത്. അതിനകത്ത് അലമ്പാവുന്നതിൻ്റെ മാക്സിമം അലമ്പുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എല്ലാ വഴിക്കും തിരിഞ്ഞുപോയി. പക്ഷെ ഞാൻ മറന്നുപോയൊരു കാര്യം, അപ്പോഴും എനിക്ക് എൻ്റെ പേരൻസിനെ പഠിത്തത്തിലൂടെ മാത്രമേ ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ എനിക്ക് അവർക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പഠിത്തം എന്ന് പറയുന്ന ഫാക്ടർ മാറ്റി നിർത്തി. അതിനെ പയ്യെ മറന്നു തുടങ്ങി. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ പോയി ചേർന്നൊരു കോഴ്സായിരുന്നു, പക്ഷേ അതിനകത്ത് പഠിക്കാൻ തീരെ പറ്റാതെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എൻ്റെ 1ാം ക്ലാസ് സമയങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു 5, 6 ആ ഒരു ക്ലാസ്സുകളിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഒരു എക്സാമെങ്കിലും ഒന്ന് പാസ്സാവണം. കാരണം ഞാൻ പാസ്സാവുന്നില്ല ഒരു എക്സാം, എല്ലാത്തിനും തോക്കുക. ഒരു എക്സാം പേപ്പർ കിട്ടുമ്പോൾ എനിക്കറിയാം ഞാൻ തോക്കും എന്തായാലും. അങ്ങനെ എൻ്റെ കോളേജ് ലൈഫ് വരെ ഞാനിത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നു. അപ്പം ഈ ഒരു ലോകത്തിൻ്റെതായ ഒരു കുത്തൊഴുക്കിലേക്ക് ഞാൻ വീണ്ടും പെട്ടുപോയപ്പം ഈ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫ്രീഡം അങ്ങ് എക്സ്പ്ലോർ ചെയ്തു. അപ്പം വീണ്ടും ഞാൻ പഠിത്തം മറന്നുപോയി, എൻ്റെ ഉത്തരവാദിത്തം മറന്നുപോയി. അങ്ങനെ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, വേൾഡ്ലി ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോവുകയും
ബാക്കിയുള്ളതിനെല്ലാം മാറ്റി നിർത്തി ഞാൻ എൻ്റെ ഫാമിലി പോയി. എൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരു കണക്ഷനൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ എൻ്റെ പഠിത്തം, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിരുന്ന എൻ്റെ പഠിത്തം മൊത്തമായിട്ട് പോയി. എന്ന് വെച്ചാൽ ഞാനത് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സൈഡിലിരുന്ന് അതിങ്ങനെ തകർന്ന് വീഴുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ തമ്പുരാൻ്റെ കൃപ അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മറികടക്കാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ പുറത്ത് വന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് വന്നിരിക്കുമായിരുന്നു. അപ്പോഴും എനിക്കെന്താ പറയുക, ഒരു കംപ്ലീറ്റഡ് എന്ന് പറയാൻ പറ്റാത്ത രീതിക്ക്, എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലേക്ക് എനിക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഇൻട്രസ്റ്റും നഷ്ടപ്പെട്ടു എനിക്ക്. എൻ്റെ ലൈഫിലുള്ളതും ആ ഒരു പ്രൊഫഷനിലേക്ക് വേണ്ടതും അല്ലെങ്കിൽ പഠിക്കാന്നുള്ള ആ ഒരു ഫാക്ടർ എല്ലാ ഇൻട്രസ്റ്റും നഷ്ടപ്പെട്ട് ഒരു ദിവസം ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് എനിക്കൊരു കോൾ വന്നു. ശരിക്കും പറഞ്ഞാൽ ആ കോളാണ് എൻ്റെ ലൈഫ് മാറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പഠിത്തം, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയായിരുന്നു, എന്നാലും എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എക്സാം ബാക്കി ഉണ്ടായിരുന്നു, പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല ഇത് ചെയ്യാനായിട്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരിക. ആ കോള് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഈശോ വിളിച്ചായിരുന്നു. ആ കോള് വിളിച്ച് ഒരു GC ആയിരുന്നു. GC എൻ്റെ ഒരു പഴയ ഫ്രണ്ട്, അതായത് ഞങ്ങളൊരു 3 കൊല്ലം മുമ്പേ പരിചയപ്പെട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് പോയായിരുന്നു. പക്ഷേ ആളെന്നെ വിളിച്ചിട്ട് ഞാനത് എടുത്തത് പേടിച്ച് ആ ഫോൺ എടുത്തത്. അപ്പോൾ ആ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളെൻ്റെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ വേറെ ഒന്നിനു വേണ്ടി വിളിച്ചതല്ല, നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. കുറേ നാൾ കൂടിയിട്ട് എൻ്റെ അടുത്ത് ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് ശരിക്കും ഈശോ വന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ പറയണ പോലെ തന്നെ, നീ പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് വിളിച്ചാൽ സുഖമാണോ എന്ന് ചോദിച്ചു. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, ഞാൻ സുഖമല്ല, എനിക്ക് ഒട്ടും സുഖമില്ല, ഞാനിങ്ങനെ കുറേ സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്നും പറഞ്ഞ് ഞാൻ ആളോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ എന്നെ കേൾക്കാൻ വേണ്ടി ആ ആളിലൂടെ ഈശോ വന്നു. പിന്നീട് ആ ആൾ തന്നെ എന്നോട് പറയണ്ടായി, ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പം ഈശോ പറഞ്ഞു എന്നെ വിളിക്കാനായിട്ടെന്ന്. അത് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരിക്കുന്ന ആളായിരുന്നു ഞങ്ങൾ. ആ ഒരാളെ വിളിക്കാൻ വേണ്ടി ഈശോ തോന്നിപ്പിച്ചു. ആ ഒരു പ്രയറിൽ, ഒരു പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് തോന്നിപ്പിച്ചു. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ആളുമായിട്ട് സംസാരങ്ങളൊക്കെ വെച്ചു. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അവരെന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല സമയങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്നോട് പറഞ്ഞു, ഒരു ഓൺലൈൻ അഡോറേഷൻ ഉണ്ട്, GC ൻ്റെ തന്നെ ഒരു പ്രോഗ്രാമായിരുന്നു, ഉണ്ട്, നീ ഒന്ന് കയറാവോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല അഡോറേഷൻ, പക്ഷെ ഞാൻ കയറിയിരുന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി. അഡോറേഷൻ ഇങ്ങനെ ഗൂഗിൾ മീറ്റിലായിരുന്നേ. അപ്പോൾ അതിന് ഞാൻ കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈശോയെ ഇങ്ങനെ സ്ക്രീനിൽ കാട്ടുന്നുണ്ട് ദിവ്യാരണത്തിൽ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം ഇവർ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും ഈശോ അതെനിക്ക് തന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ, എനിക്ക് സഹനം തന്നതിന് നന്ദി, എനിക്ക് വേദന തന്നതിന് നന്ദി, ഇങ്ങനെയൊന്നും പറയാനോ, അല്ലെങ്കിൽ അവർ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടാണ് ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ ശബ്ദത്തിൽ കൂടെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ജോയ്ഫുൾനെസ്, ആ ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. പിന്നെ ഞാൻ റെഗുലറായിട്ട് അതിന് കയറാൻ തുടങ്ങി. പക്ഷേ അതിനകത്ത് കയറുമ്പോഴും ഞാൻ മുമ്പത്തെ ലൈഫിൽ വലിയ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ ഈശോയെ അറിയാം, പക്ഷെ ആ ഒരു ഡീപ്പ് ഫെയ്ത്ത് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളുണ്ട്, ചില സമയത്ത് ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ എവിടെയോ എന്നെ ഈശോ വിളിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജീസസ് യൂത്തിലേക്ക് എന്നെ ആൾ പയ്യെ ഓറിയൻറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ആ ഒരൊറ്റ കോളിൽ നിന്ന് തന്നെ പയ്യെ ജീസസ് യൂത്ത് എന്ന ആ ഒരു മൂമെൻറ്റിലേക്ക് എന്നെ ഒരു പയ്യെ ഓറിയൻറ്റേഷൻ തന്ന് അവസാനം എന്നോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സബ് സോണെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്പർ അയച്ചു തന്നു. അപ്പം എൻ്റെ അടുത്ത് തൃപ്പൂണിത്തറ അതുപോലെ ഇൻഫോ പാർക്ക്, ഈ 2 സ്ഥലങ്ങളാണ് ഉള്ളത്. അപ്പം ഞാൻ 2 സ്ഥലത്തേക്കും വിളിച്ചു. അപ്പോൾ എനിക്ക് റെസ്പോൺസ് കിട്ടിയത് ഇൻഫോ പാർക്കിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഫോ പാർക്കിൻ്റെ ഗ്രൂപ്പിൽ പോകാൻ തുടങ്ങി. അവിടുത്തെ ആൾക്കാർ, അപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് ചെല്ലുമ്പോഴാണെങ്കിലും അവർ ഒരുപാട് വർക്ക് പ്രഷർ കഴിഞ്ഞിട്ടായിരിക്കും പള്ളിയിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട് ആ ഫെലോഷിപ്പിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ. അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നമുക്കിങ്ങനെ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഫോർമേഷൻ കോഴ്സ്. അത് നമ്മുടെ GC നടത്തുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സിലൂടെയാണ് ശരിക്കും ദൈവം എന്താണ്, ഈശോ എന്താണെന്ന് ഞാൻ അനുഭവിക്കുന്നത്. അപ്പം ഇൻഫോ പാർക്കിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര നല്ലൊരു കോഴ്സാണ്, അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ഷെയർ ചെയ്തില്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്തു. ഇതിനകത്ത് എന്തോ ഉണ്ട്, ഒരു കംപ്ലീറ്റ് പാക്കാണ്, അവരുടെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്തൊരു നിമിഷങ്ങളാണ് അതിനകത്ത് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആയി, എനിക്ക് എന്തായാലും പോകണം. കാരണം എന്നോട് ചേട്ടന്മാർ പറഞ്ഞിരുന്നു ഇതിന് നല്ലപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് പേടിയത് ഇതിന് പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പേടി ഇങ്ങനെ ഉള്ളിൽ വന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫിലിപ്പ് കോഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നമ്മുടെ എറണാകുളം കളമശ്ശേരിയിൽ
എമോസിലായിരുന്നു നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് ചെല്ലുമായിരുന്നേ. അവിടെ ചെന്ന് ഞാനവിടെ താഴത്തെ ചാപ്പലിൽ വെച്ചായിരുന്നു നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. അവിടെയും കുറേ പേര് പണിയെടുക്കുന്നുണ്ട്. എനിക്ക് ആരെയും അറിയത്തില്ല. കസേരയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അവരുടെ മുഖത്തൊക്കെ ഒരു ചിരിയുണ്ട്. എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ ചിരിക്കുന്നുണ്ട്. അറിയാവുന്ന ആളെ പോലെ ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവരങ്ങനെ ഭയങ്കര ജോയ്ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഞാൻ പോയിട്ട് ഒരു മൂലയിലാണ് നിന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരുമില്ല, എൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് സ്തുതിക്കാനൊന്നും അറിയത്തില്ല. എനിക്ക് ഹല്ലേലൂയ എന്ന് പറയാൻ പോലുള്ള ഒരു ഇത് ഉള്ളിൽ നിന്ന് വരുന്നില്ലായിരുന്നു. ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി ഇവർക്ക് എന്താ ഈ ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ സ്തുതിക്കുമ്പോഴും വേറെ കുറേ സൗണ്ടുകളൊക്കെ വരുന്നു. എനിക്കാണെങ്കിൽ അത് ഒട്ടും ഓക്കെ ആവുന്നില്ല. അപ്പം ഈ അഡോറേഷൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയായിരുന്നു. ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ഈശോയും മാത്രമായിട്ടുള്ളൊരു സമയമാണ്. ഇവിടെ നിങ്ങൾ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്കും ഞാൻ പേടിച്ചു. അയ്യോ ചിലപ്പോൾ എന്നെ കണ്ടിട്ടായിരിക്കും ഇത് പറയണത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊക്കെ ഇങ്ങനെ സ്തുതിക്കുന്ന ഒച്ച മാത്രമേ എനിക്ക് കേൾക്കാവുള്ളൂ. ഉള്ളിൽ എന്തോ ഒരു സമാധാനം എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കോഴ്സ് ഞാൻ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടീവ് എനിക്കില്ല. അതുപോലെ തന്നെ ഇനി ഞാൻ എവിടെ എത്തും, ഒന്നുമില്ലല്ലോ എൻ്റെ ലൈഫിൽ. ഞാൻ കുറേ തെറ്റുകൾ ചെയ്തു. എന്നെ ആരും സ്നേഹിക്കാനുണ്ടാവില്ല. അങ്ങനെ ഫുൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഒരു സമാധാനം വരിക. എനിക്ക് എന്തോ ആരോ എന്നെ ഇങ്ങനെ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന പോലെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനപ്പം പയ്യെ ഇങ്ങനെ ഇതൊക്കെ ചിലപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ സൈലൻ്റായിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നാൽ ചിലപ്പോൾ എനിക്ക് കിട്ടും. ഇതാണോ ദൈവം, അല്ലെങ്കിൽ ഇതാണോ ഈശോ? ഞാൻ ചോദിക്കാൻ തുടങ്ങി. എന്നോട് തന്നെ ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് ആ ചേച്ചി പറഞ്ഞ വാക്ക്, നിങ്ങൾ നിങ്ങളുടെ ഈശോയും മാത്രം ആയിട്ടുള്ളൊരു സമയമാണിതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഈശോ ഉണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്കറിയത്തില്ല നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഒരു പ്രോപ്പർ ഒരു ഫോക്കസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഭയങ്കര പാപിയാണ്. എൻ്റെ ഉള്ളിൽ ഒരുപാട് കറകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നീ എൻ്റെ അടുത്ത് വരുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഈശോയുടെ അടുത്ത്. അത് ഈശോ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരോടോ സംസാരിക്കുന്നു, എയറിൽ നിന്നിട്ട് കണ്ണടച്ച് ആരോടോ സംസാരിക്കുന്നു. ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രേരണ വരികയാണ്. അതായത് നീ എന്തെങ്കിലും ചോദിക്ക്, ഞാനത് തരാം. അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, ഈശോയെ ഞാൻ അവിശ്വാസിയാണ്, എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എനിക്ക് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അനുഭവിക്കണം, അല്ലെങ്കിൽ കാണണം, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് തൊട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ആരുമില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വന്നൊന്ന് തൊടാവോ, അല്ലെങ്കിൽ എനിക്കൊരു ഉമ്മ തരാവോ? ഇതിൻ്റെ പുറത്ത് ഞാൻ എങ്ങനെയാണ് ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ ലെഫ്റ്റ് ചീക്കിൽ ഒരാൾ വന്ന് എനിക്ക് ഉമ്മ തന്നു. അത് ആരാണെന്നോ അത് എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ ഉമ്മ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈശോയോട് അത് ചോദിച്ചത്. ആ ഈശോ വന്ന് എന്നെ ഉമ്മ വെച്ച് കഴിഞ്ഞപ്പം എനിക്കതൊരു സാധാരണ ഉമ്മ ഒരാൾ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ തൊട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനത്തെ ഒരു ഫീലും അല്ല. പക്ഷേ ഞാൻ ലിറ്ററലി എൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും മറന്ന് ആ സമയത്ത് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ എനിക്ക് തോന്നി. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ സമയത്ത്. കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഇത്രയും ബലഹീനനായ എന്നെ വന്ന് ഉമ്മ വയ്ക്കാൻ ഈശോ വന്ന്, ആ ഒരു ഫീൽ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. എൻ്റെ ഈശോ തന്നെ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഉമ്മ വെച്ച് എൻ്റെ കവിളിൽ എനിക്കത് ലിറ്ററലി എൻ്റെ സൈഡിൽ ഒരാളിങ്ങനെ പോണ പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഒരു ഉമ്മ കിട്ടണ പോലെ എനിക്ക് തോന്നി. അത് കിട്ടിക്കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി, അതായത് ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വിളിച്ച ആ ദൈവം വരും. എൻ്റെ പാപം നോക്കത്തില്ല, ഞാൻ എത്ര കുറവുള്ളവനാണെന്ന് നോക്കത്തില്ല, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കത്തില്ല, ഞാൻ പഠിക്കുന്നവനാണോ പഠിക്കാത്തവനാണോ നോക്കത്തില്ല. എൻ്റെ അടുത്തേക്ക് ആ ദൈവം വരും എന്നുള്ളൊരു വിശ്വാസം അതെനിക്ക് കിട്ടി. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എന്നെ ജീസസ് യൂത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ആളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥകളെല്ലാം മറന്ന് സന്തോഷിക്കുന്നുണ്ട്. ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സന്തോഷമല്ല, ഇത് ആനന്ദമാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹാപ്പിനെസ്സിനേക്കാളും മേളിലാണ് ജോയ്ഫുൾനെസ് എന്ന് കേൾക്കുന്നത്. ആ ഒരു ജോയ്ഫുൾനെസ് എനിക്ക് തന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരാളാണെന്നും പറഞ്ഞു. ഈശോ എന്നെ വന്ന് ഉമ്മ വെച്ചു, പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ജോയ്ഫുൾനെസ്സിൽ ഞാൻ പിന്നെ മുമ്പോട്ടേക്ക് ജീവിതം കൊണ്ടുപോവുക ചെയ്തത്. അപ്പം അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോഴും ഇതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമുക്ക് ഈശോയെ കിട്ടി, നമ്മളെല്ലാവരും ചിലപ്പോൾ ഈശോയെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, പക്ഷേ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അപ്പനോട് ഒരു ദിവസം ചോദിച്ചു, അപ്പം എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു, ഈ ഫിലിപ്പ് കോഴ്സൊക്കെ കഴിഞ്ഞേച്ച്. അപ്പം പപ്പ പറഞ്ഞു, നേരത്തെ നിന്നെ കാണുമ്പോൾ പ്രത്യേകിച്ചൊരു ഫോക്കസോ അല്ലെങ്കിൽ ഒരു എയിം ഇല്ലാത്ത ആളെ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പം നിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം നിനക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നീ പോവാന്ന്. പക്ഷേ ആ ലക്ഷ്യം, പപ്പ എന്നിൽ കണ്ട ആ ലക്ഷ്യം ഈശോ ആയിരുന്നു. എനിക്കിനി ഈശോ ആണ് ഏറ്റവും വലിയ ലക്ഷ്യം. എൻ്റെ പഠിത്തമോ എൻ്റെ ഈ കൂടെയുള്ള കാര്യങ്ങളോ അല്ല, അതല്ല എൻ്റെ ഈശോ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത്. അപ്പം നമ്മൾ എഫേർട്ട് ഇടണം,
പക്ഷേ ആ എഫേർട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് നമ്മുടെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു എഫേർട്ട് ഇട്ട് കഴിയുമ്പം കൂടെ ഉള്ളതെല്ലാം നമ്മുടെ കൂടെ നമ്മൾ കളഞ്ഞു പോയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ, ഇതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. എന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആളോട് ഷെയർ ചെയ്തു. ആൾ ശരിക്കും ഭയങ്കര ഒരു നിരാശയുടെ അവസ്ഥയിലും ഭയങ്കര ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നേ. ആ സമയത്ത് ഞാനിങ്ങനെ ആളോട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം ആൾ ഉറക്കമില്ലായിരുന്നു. കുറേ നാളുകളായിട്ട് ഉറക്കമില്ല, മനസ്സൊക്കെ ആകെ അസ്വസ്ഥമായിട്ടിരിക്കുക. പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടായി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഉള്ളിൽ നിന്നൊരു സമാധാനവും എന്തോ ഒരു അവസ്ഥ എല്ലാം അങ്ങ് മാറിപ്പോകുന്ന പോലെ തോന്നുകയാണ്, എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അതായത് ഇത്ര നാൾ ഉറക്കമില്ലാത്ത ആൾ എൻ്റെ അടുത്ത് വന്ന് പറയും. ഞാൻ എൻ്റെ ഷെയറിങ് പറഞ്ഞപ്പോൾ, ഈശോ എനിക്ക് തന്ന അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ പറയും എനിക്കൊന്ന് ഉറങ്ങണം, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇത്രയും നാളെ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമില്ല, എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന്. ആ ഒരു സമാധാനം ആളുടെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ അന്ന് എനിക്ക് തന്ന ആ ഒരു സമാധാനം ഇന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമാധാനം എനിക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അതിൽ പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ബലഹീനമായിട്ടുള്ള ഒരാളാണ്. പാപം എൻ്റെ ചുറ്റുമുണ്ട്, എന്നെ എപ്പോൾ വേണമെങ്കിലും വീഴ്ത്തി കളയാവുന്ന അത്രയും പാപങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശോയുടെ ആ ഒരു സാന്നിധ്യം. ഈശോ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അടുത്ത് വന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി, അടുത്ത് വന്ന് എന്നെ ഉമ്മ വെച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയൊരു ഈശോ, എന്നെ കെട്ടിപ്പിടിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയൊരു ഈശോ. അപ്പം ഞാനിങ്ങനെ കൺഫെഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു തവണ ഞാനിങ്ങനെ കേട്ടൊരു കാര്യമാണ്, ഒരു കുമ്പസാരക്കൂട്ടിനപ്പുറം അപ്പൻ്റെ മക്കളാവാൻ നമുക്ക് പറ്റും. ഒരു കുമ്പസാരത്തിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഈശോ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര പാപാവസ്ഥയിലായിരിക്കും, നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ബലഹീനതകളും ഇത്രയും കുറവുകളും ഇത്രയും പ്രയാസങ്ങളും ഉള്ള എന്നെ ഈശോ വിളിച്ചെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഈശോ വിളിക്കും, നമ്മളെല്ലാവരും ഈശോ വിളിക്കുന്നുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു, നീ എൻ്റേതാണെന്ന്. അപ്പം അതുപോലെ തന്നെയാണ് എന്നെ സ്വന്തമാക്കി ഈശോ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഈശോയ്ക്ക് ഒരു എസ് കൊടുത്താൽ മതി. നമ്മളൊരു ചെറിയ എസ് കൊടുത്താൽ അവിടെ നിന്ന് ഈശോ നമ്മളെ ഉയർത്തിക്കോളും. നമ്മുടെ കുറവുകളോ നമ്മുടെ ബലഹീനതകളോ ഈശോ നോക്കത്തില്ല. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ടേക്ക് പോയത്. പിന്നെ ഇന്നും ഞാനത് കൂടെ കൊണ്ട് നടക്കുകയാണ്, ഈശോനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. തെറ്റുകളില്ല, കുറവുകളില്ലാതല്ല, പക്ഷേ ഈശോയെ കൂടെ കൊണ്ട് നടക്കുക. കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും പിന്നെ ജീസസ് യൂത്തിൻ്റെ ആ ഒരു ഫെലോഷിപ്പ് ഫോർമേഷൻ, ഇതെല്ലാത്തിലും കടന്നു പോകുമ്പം ഈശോയെ കൂടുതൽ അറിയാനും കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനുമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ശ്രമങ്ങളാണ് ഈശോ കൂടുതൽ വില നൽകുന്നത് റാദർ ദാൻ എനിത്തിങ് എൽസ്. ഈശോ എന്നെ ആ ഒരു ശ്രമം കണ്ട് എന്നെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഇത്ര അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. ആ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഒരുപാട് അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്.